സോഷ്യൽ മീഡിയയിൽ ഇനി കളി മാറും. സാമൂഹിക മാധ്യമ പ്ലാറ്റ്ഫോമുകൾക്കെതിരെ കർശന നിർദ്ദേശങ്ങളും നിയമങ്ങളും നടപ്പാക്കാനൊരുങ്ങുകയാണ് കേന്ദ്ര സർക്കാർ. സമൂഹ മാധ്യമങ്ങളിൽ നിന്നും നിയമവിരുദ്ധമായ പോസ്റ്റുകൾ നീക്കം ചെയ്യാൻ കേന്ദ്ര സർക്കാർ നൽകിയിരുന്ന സമയം 36 മണിക്കൂറിൽ നിന്നും 3 മണിക്കൂറായി കുറച്ചിരിക്കുന്നു. 2021 IT നിയമത്തിൽ ഭേദഗതി വരുത്തിയാണ് സാമൂഹിക മാധ്യമ ഉള്ളടക്കങ്ങളിലെ നിയന്ത്രണം കടുപ്പിച്ചത്. മെറ്റ, യൂട്യൂബ്, എക്സ് ഉൾപ്പെടെ സാമൂഹിക മാധ്യമ പ്ലാറ്റ്ഫോമുകൾക്ക് വെല്ലുവിളിയാണ് പുതിയ നീക്കം. നിയമം ഫെബ്രുവരി 20 മുതൽ പ്രാബല്യത്തിൽ വരും. AI ഉപയോഗിച്ച് നിർമ്മിച്ച വ്യാജ വാർത്തകളും അശ്ലീല ഉള്ളടക്കങ്ങളും തടയുന്നതിനും നടപടികൾ സ്വീകരിച്ചിട്ടുണ്ട്. ഉള്ളടക്കത്തിനെതിരെ സർക്കാരിൽ നിന്നോ കോടതിയിൽ നിന്നോ നിർദ്ദേശം ലഭിച്ചാൽ 3 മണിക്കൂറിനുള്ളിൽ നീക്കം ചെയ്ത് തുടർ നടപടി സ്വീകരിക്കണമെന്ന് ഭേദഗതി ചെയ്ത നിയമം പറയുന്നു. ഇത് പാലിച്ചില്ലെങ്കിൽ ഇന്റർനെറ്റ് പ്ലാറ്റ്ഫോമും പ്രതിയാകും. ഇതോടെ ഒരു ഉപയോക്താവിന്റെ അശ്ലീല നിയമവിരുദ്ധ പോസ്റ്റ് വഴി ആ സാമൂഹിക മാധ്യമവും കോടതി കയറേണ്ടി വരും. അശ്ലീലം, ആൾമാറാട്ടം, കുട്ടികൾക്കെതിരായ ഉള്ളടക്കം, വ്യാജ വാർത്ത തുടങ്ങി 8 തരം കാരണങ്ങൾ ചൂണ്ടിക്കാട്ടിയുള്ള വ്യക്തികളുടെ പരാതികളിൽ ഇന്റർനെറ്റ് പ്ലാറ്റ്ഫോമുകൾ നടപടിയെടുക്കാനുള്ള സമയപരിധിയും കുറച്ചു. ഇത്തരം ഉള്ളടക്കങ്ങൾക്കെതിരെ കമ്പനികളുടെ പരാതി പരിഹാര ഓഫീസുകൾക്ക് പരാതി നൽകിയാൽ 24 മണിക്കൂറിനകം ഇത് സംബന്ധിച്ച് നടപടി സ്വീകരിച്ചെന്ന് മറുപടി നൽകണം. നടപടിയില്ലെങ്കിലോ തൃപ്തികരമല്ലെങ്കിലോ വ്യക്തിക്ക് സർക്കാരിന്റെ ഗ്രീവൻസ് അപ്പലേറ്റ് കമ്മിറ്റിയെ സമീപിക്കാവുന്നതാണ്. AI ഉപയോഗിച്ച് നിർമ്മിച്ച വീഡിയോകളും ചിത്രങ്ങളും ഏതാണെന്ന് വ്യക്തമായി രേഖപ്പെടുത്തണമെന്ന് പുതിയ ചട്ടത്തിൽ പറയുന്നു. അത് യഥാർത്ഥമാണെന്ന് ആളുകൾ തെറ്റിദ്ധരിക്കാതിരിക്കാനാണിത്. ഇത്തരം ചിത്രങ്ങളിൽ AI ലേബൽ പതിപ്പിക്കണമെന്നാണ് നിർദ്ദേശം. നഗ്നതയോ അശ്ലീലമോ അടങ്ങിയ AI ചിത്രങ്ങളോ വീഡിയോകളോ ശ്രദ്ധയിൽപ്പെട്ടാൽ 2 മണിക്കൂറിനുള്ളിൽ പ്ലാറ്റ്ഫോമുകൾ അത് നീക്കം ചെയ്യണം. AI ഉള്ളടക്കങ്ങൾക്കൊപ്പം അത് എപ്പോൾ, എങ്ങനെ നിർമ്മിച്ചു എന്നതിനെ കുറിച്ചുള്ള വിവരങ്ങൾ സ്ഥിരമായി ഉൾപ്പെടുത്തണം. ഇത് നീക്കം ചെയ്യാൻ പാടില്ല. ഒരാളുടെ രൂപമോ ശബ്ദമോ വ്യാജമായി നിർമ്മിച്ച് തെറ്റായ കാര്യങ്ങൾ പ്രചരിപ്പിക്കുന്ന ഡീപ് ഫേക്ക് തടയാൻ കർശന നടപടി ഉണ്ടാകും.